ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാലത്ത് തന്നെ അമ്പലത്തിൽ പോയി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞങ്ങളുടെ അടുത്ത് ദേവീക്ഷേത്രമുണ്ട്. അവിടെ മുടിയേറ്റാണ്, താലപ്പൊലി മുടിയേറ്റ് മഹോത്സവം. ചാടി പേന. അപ്പോൾ കാലത്ത് തന്നെ തൊഴാൻ പോയിട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. മുടിയേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ദേവീക്ഷേത്രത്തിൽ അതും ഈ താലപ്പൊലി വെക്കുമ്പോൾ ഗംഭീര താലപ്പൊലിയാണ്, നമുക്ക് അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം രാവിലെ പോയി തൊഴുതിട്ട് വന്നു. ഇനി ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങടേക്ക് അടുത്തേക്ക് അടുക്കാനേ പറ്റില്ല, അതാണ്. പിന്നെ എന്താണ്, പിന്നെ വന്നിട്ട് ഞാൻ ഇന്ന് അവൽ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. കാരണം എനിക്കറിയാം അവിടെ പോയിട്ട് വരുമ്പോൾ വൈകുമെന്ന് അറിയാം. അപ്പോൾ രാവിലെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി അരിഞ്ഞ് വെച്ചു. ഉപ്പുമാവിന് വേണ്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ എടുത്ത് വെച്ചു. അവൽ ഒന്ന് നനച്ച് പിഴിഞ്ഞിട്ട് കടുക് വറുത്തിട്ടു, തേങ്ങയും ചേർത്ത് കേട്ടോ. അങ്ങനെ അവൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇനി ഉച്ചത്തേക്കുള്ളത് നോക്കണം. ഉച്ചയ്ക്ക് എന്ത് കറി വെക്കണമെന്ന്, പച്ചക്കറി ഒന്നുമില്ല. നാളെ ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10-20 പേര് മാത്രം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് കാരണം വേറെ പച്ചക്കറി ഇന്നൊന്നുമില്ല. പച്ചക്കറി കാരണം അവർ നാളത്തേക്കുള്ളതിന് വേണ്ടി പ്രത്യേകം നമ്മൾ വേറെ ചെയ്യണം. അപ്പോൾ അത് കാരണം ഇന്ന് തൽക്കാലം എന്തെങ്കിലും ഒരു രസം വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണു. നാളെ സദ്യ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ പോയപ്പോഴേ ഒത്തിരി പേരെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഒത്തിരി പേര് സഹായിക്കാനും എല്ലാവരും ഉണ്ടാവുമല്ലോ. കാരണം തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ ഞാൻ അതിൽ 1-2 പേര് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചു. വെറുതെ എൻ്റെ സ്വഭാവം ഇതാട്ടോ, ഞാൻ എല്ലാം ഇങ്ങനെ നിൽക്കണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒരു കണ്ണുപോക്കലുണ്ട്. കണ്ണ് പോക്കെന്ന് പറഞ്ഞാൽ വേറെ കണ്ണ് വയ്ക്കാൻ വേണ്ടിയല്ല കേട്ടോ. ഞാൻ അവരുടെ ഓരോരുത്തരുടെയും പെരുമാറ്റം, ചിലവർ നമ്മളോട് സംസാരിക്കും, ചിലവർ നമ്മളോട് സംസാരിക്കില്ല, ചിലവർ കണ്ടില്ല എന്ന് വയ്ക്കും. അങ്ങനെ ഞാൻ ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു കുട്ടി, ആ കുട്ടിയെ ഞാൻ 10ാം ക്ലാസ് എത്തിയപ്പോൾ ആ കുട്ടി 10 വരെ പഠിപ്പിച്ചിരുന്നു. 10-ലെത്തിയപ്പോൾ ആ കുട്ടി വേറെ പോയിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച കുട്ടി, ആ കുട്ടി 10ൽ ജയിച്ചു, നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു. എന്നിട്ടും എൻ്റെ അടുത്ത് വരാതെ ബാക്കി എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാലും നമുക്ക് എന്നെ എന്താ മാറ്റി നിർത്തിയത്. കാരണം ഞാൻ ആ സമയത്ത് ഈ കട തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു. അപ്പോൾ കട തുടങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ ട്യൂഷൻ നിർത്തിയത്. കടയിലേക്ക് ചേട്ടൻ പറഞ്ഞു കട നോക്കാൻ ആളില്ല, അപ്പോൾ ട്യൂഷൻ എല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ട്യൂഷൻ നിർത്തിയത്. അപ്പോൾ ഞാൻ ഓർത്തു, ആ കുട്ടി എന്താ എനിക്ക് മാത്രം മിഠായി തരാത്തത്. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളായി, പിന്നെ പോയി. പിന്നെ അവർ കല്യാണത്തിന് വന്ന് വിളിച്ചു കേട്ടോ. ഞാൻ പോയില്ല, സത്യം പറയാം. ആ സമയത്ത് ആ പ്രളയമൊക്കെ ആയിരുന്നു, പിന്നെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിരുന്നു. പിന്നെ കല്യാണം മാറ്റി വയ്ക്കുക എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ആ കുട്ടിക്ക് എന്താ പറയുക, പിന്നെ ഇതൊക്കെ വന്നു. എനിക്കറിയില്ല, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ കുട്ടി കണ്ടു. പിന്നെ ഇപ്പോൾ ഇന്ന് കണ്ടു അമ്പലത്തിൽ വെച്ചിട്ട്. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞു, 3-4 വയസ്സ്. എന്നെ കണ്ടിട്ട് കാണാതെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താ പറ്റിയാവോ, എന്നോട് എന്താ ഇത്ര ദേഷ്യം. ഞാനായിട്ട് പോയി സംസാരിക്കാനും പോയില്ല കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർക്ക് എന്നെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഒരു 5-6 വർഷമൊക്കെ ഞാൻ പഠിപ്പിച്ചതല്ലേ. പക്ഷേ എന്തുകൊണ്ടോ എന്നെ കാണുമ്പോൾ ആ കുട്ടി ഇന്ന് മാറി പോവുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത്, ഇതിലപ്പുറം നമ്മൾ ഫേസ് ചെയ്തേക്കുള്ളൂ, പിന്നെയാണോ എന്ന് ഇതൊക്കെ തോന്നിപ്പോവും. അപ്പോൾ അത് ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, പിന്നെ പോയി ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ ഇതാണ്. എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ മനസ്സിലാക്കി. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, നാളെ കാണാം.